ഇന്ത്യ അതിർത്തിയിൽ ബ്രഹ്മപുത്ര നദിയിൽ ലോകത്തെ ഏറ്റവും വലിയ അണക്കെട്ടിന്റെ നിർമ്മാണം ആരംഭിച്ചിരിക്കുകയാണ് ചൈന. ടിബറ്റിലെ ബ്രഹ്മപുത്ര നദിക്ക് കുറുകെ $167.8 ബില്യൺ ചെലവിൽ നിർമ്മിക്കുന്ന അണക്കെട്ടിന്റെ നിർമ്മാണം ചൈന ജൂലൈ 19 ശനിയാഴ്ച ഔദ്യോഗികമായി ആരംഭിച്ചു. അരുണാചൽ പ്രദേശിലെ ഇന്ത്യൻ അതിർത്തിയോട് ചേർന്നാണ് നിർമ്മാണം നടക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ അടിസ്ഥാന സൗകര്യ പദ്ധതിയായി വിശേഷിപ്പിക്കപ്പെടുന്ന ഈ ഒരു ജലവൈദ്യുത പദ്ധതി താഴ്ന്ന നദീതീര രാജ്യങ്ങളായ ഇന്ത്യയിലും ബംഗ്ലാദേശിലും ഒരേപോലെ ആശങ്കകൾ ഉയർത്തുകയാണ്. ചൈനയിൽ യാർലൂങ് സാങ്ബോ എന്നറിയപ്പെടുന്ന ബ്രഹ്മപുത്രയുടെ താഴ്ന്ന ഭാഗങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന നൈൻചി നഗരത്തിൽ നടന്ന തറക്കല്ലിടൽ ചടങ്ങിലാണ് ചൈനീസ് പ്രധാനമന്ത്രി ലീ കുവാങ് പദ്ധതിയുടെ ഉദ്ഘാടനം പ്രഖ്യാപിച്ചത്. ടിബറ്റിലെ നൈൻചി മേഖലയിലെ മെയിൻ ലിങ്ക് ജലവൈദ്യുത നിലയത്തിന്റെ സ്ഥാനത്താണ് ചടങ്ങ് നടന്നതെന്ന് ഔദ്യോഗിക വാർത്താ ഏജൻസിയായ സിൻഹുവ റിപ്പോർട്ട് ചെയ്തു. ലോകത്തെ ഏറ്റവും വലിയ അണക്കെട്ടായ ചൈനയുടെ തന്നെ ത്രീ ഗോർജസ് ഡാം പദ്ധതിയെയും പിന്നിലാക്കുന്നതാണ് ബ്രഹ്മപുത്രയിലെ ഈ ഒരു പദ്ധതി. 5 കാസ്കേഡ് ജലവൈദ്യുത നിലയങ്ങൾ ഉൾപ്പെടുന്ന പദ്ധതിയുടെ മൊത്തം നിക്ഷേപം ഏകദേശം 1.2 ട്രില്യൺ യുവാൻ, ഏകദേശം $167.8 ബില്യൺ ആയിരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ടിബറ്റിൽ യാർലൂങ് സാങ്പോ എന്നറിയപ്പെടുന്ന ബ്രഹ്മപുത്ര നദിക്ക് കുറുകെയാണ് പുതിയ അണക്കെട്ട് വരുന്നത്. ചൈനയിൽ ഏറ്റവും അധികം മഴ ലഭിക്കുന്ന പ്രദേശം കൂടിയാണ് നിർദ്ദിഷ്ട പദ്ധതി പ്രദേശം. 2023 ഒരു റിപ്പോർട്ട് അനുസരിച്ച് ജലവൈദ്യുത നിലയം ഓരോ വർഷവും 300 ബില്യൺ കിലോവാട്ട് കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത് 300 ദശലക്ഷത്തിലധികം ആളുകളുടെ വാർഷിക ആവശ്യങ്ങൾ നിറവേറ്റാൻ പര്യാപ്തവുമാണ്. ചൈന ഔദ്യോഗികമായി സിയാങ് എന്ന് വിളിക്കുന്ന ടിബറ്റിലെ പ്രാദേശിക ആവശ്യങ്ങൾ പരിഹരിക്കുന്നതിനൊപ്പം തന്നെ ബാഹ്യ ആവശ്യങ്ങൾക്കുള്ള വൈദ്യുതിയും ഇത് പ്രധാനമായി നൽകും. നാഷണൽ ഡെവലപ്മെന്റ് ആൻഡ് റീഫോം കമ്മീഷൻ, പവർ കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ ഓഫ് ചൈന എന്നിവയുൾപ്പെടെ വിവിധ സംഘടനകളിൽ നിന്നുള്ള പ്രതിനിധികളും പ്രദേശവാസികളും ഈ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. ബ്രഹ്മപുത്ര നദി അരുണാചൽ പ്രദേശിലേക്കും ബംഗ്ലാദേശിലേക്കും കടക്കുന്ന ഹിമാലയൻ മലയിടുക്കുകളിലെ ഒരു വലിയ മലയിടുക്കിലാണ് അണക്കെട്ട് നിർമ്മിക്കുന്നത്. നദിയുടെ വലിപ്പവും വ്യാപ്തിയും കണക്കിലെടുക്കുമ്പോൾ അണക്കെട്ട് ചൈനയ്ക്ക് ജലപ്രവാഹം നിയന്ത്രിക്കാനും അതിർത്തി പ്രദേശങ്ങളിലേക്ക് വലിയ അളവിൽ വെള്ളം ഒഴുക്കിവിടാനും അനുവദിക്കുമെന്നതിനാൽ ഇന്ത്യയിൽ ആശങ്കകൾ വളരെ കൂടുതലാണ്. കൂടാതെ ലോകത്തിന്റെ മേൽക്കൂര എന്നറിയപ്പെടുന്ന ടിബറ്റൻ പീഠഭൂമി തുടർച്ചയായി ഭൂകമ്പങ്ങൾ അനുഭവപ്പെടുന്ന ഒരു പ്രദേശമാണ്. ഇവിടെ ഭീമൻ അണക്കെട്ട് പണിയുന്നത് പാരിസ്ഥിതിക ആഘാതത്തിനും ഭൂകമ്പത്തിനും ആക്കം കൂട്ടുമെന്നതാണ് അടുത്തൊരാശങ്ക. ഭൂകമ്പങ്ങൾ സംഭവിക്കുന്ന ഒരു ടെക്ടോണിക് പ്ലേറ്റ് അതിർത്തിയിൽ വരുന്ന ബ്രഹ്മപുത്ര അണക്കെട്ട് വലിയ എഞ്ചിനീയറിംഗ് ആശങ്കകൾ അല്ലെങ്കിൽ വെല്ലുവിളികൾ ഉയർത്തുന്നതാണ്. ഇത് സംബന്ധിച്ച് ജനുവരിയിൽ തന്നെ ഇന്ത്യ ചൈനയോട് ആശങ്ക പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നതാണ്. കഴിഞ്ഞ വർഷം ഡിസംബറിലാണ് ഈ ഒരു പദ്ധതിക്ക് അംഗീകാരം ലഭിച്ചത്. ഈ അംഗീകാരം ലഭിച്ച പദ്ധതിയുടെ ഒരു ഔദ്യോഗിക പ്രസ്താവന ഭൂകമ്പത്തെക്കുറിച്ചുള്ള ആശങ്കകൾ വേണ്ട എന്ന് സൂചിപ്പിക്കുകയും ചെയ്യുന്നു. ഈ ജലവൈദ്യുത പദ്ധതി സുരക്ഷിതമാണെന്നും പരിസ്ഥിതി സംരക്ഷണത്തിന് മുൻഗണന നൽകി തന്നെയാണ് നിർമ്മിക്കുന്നതെന്നും ചൈന പറയുന്നുണ്ട്. എന്നാൽ പദ്ധതിയെ ചുറ്റിപ്പറ്റിയുള്ള ആശങ്കകൾ ഇപ്പോഴും നിലനിൽക്കുന്നു. ആശങ്ക വേണ്ടെന്നും പാരിസ്ഥിതിക സുരക്ഷാ ആഘാതങ്ങളെക്കുറിച്ചുള്ള വിശദമായ പഠനങ്ങൾക്ക് ശേഷമാണ് പദ്ധതി വിഭാവനം ചെയ്തതെന്ന് ചൈന ഊന്നി പറയുന്നുണ്ട്. കൂടാതെ ഈ ഒരു അണക്കെട്ട് നദീതീര പ്രദേശങ്ങളുടെയോ അതുപോലെ താഴ്വാരങ്ങളുടെയോ സുരക്ഷയ്ക്ക് ഭീഷണിയാകില്ല എന്നും തക്കതായ കരുതൽ നടപടികളെല്ലാം സ്വീകരിച്ചുകൊണ്ടാണ് ഇത് ചെയ്യുന്നതെന്നും ചൈന ഊന്നി പറയുന്നുണ്ട്.